സ്വീകരിക്കണം, അത് ക്രിസ്തുവിൻ്റെതാണ്. പൗരോഹിത്യത്തെ ബഹുമാനിക്കുക, സ്നേഹിക്കണം, അത് ക്രിസ്തുവിൻ്റെതാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സഭയെ ഒരിക്കലും സംശയിക്കരുത്. പാപമോചനം കർത്താവ് സഭയിലൂടെ നൽകുന്നുണ്ട്. അതാണ് കുമ്പസാരം എന്ന കൂദാശയിലേക്ക് സ്വീകരിക്കണമെന്ന് ഈശോ പറഞ്ഞനുസരിച്ചാണ്. ബലഹീനരായ അപ്പസ്തോലന്മാരുടെ പൗരോഹിത്യത്തിലൂടെ കർത്താവ് തന്റെ ആ കൃപ തന്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് ഓരോ കൂദാശകൾ സംഭവിക്കുന്നത്. അപ്പൊ അതൊന്നും മാറിപ്പോയേക്കരുത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ സാധിക്കുമെങ്കിൽ അച്ഛൻ പറയും കേൾക്കണം, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. ദുഷ്ടാരൂപി ആ കുടുംബം തൊട്ടില്ല. ആ കുടുംബത്തിൽ അത്ഭുതമാണ്. യുവാക്കൾ യുവതികളോട് അച്ഛൻ ഈശോയിൽ ഒത്തിരി പറയും, നിങ്ങൾ പറ്റും എല്ലാ ദിവസവും കുർബാനയ്ക്ക് വിശുദ്ധ ബലിക്ക് പോകണം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലോ, ആഴ്ചയിൽ പറ്റുന്ന അത്രയും ദിവസങ്ങൾ ഞാൻ പോകുമായിരുന്നു. ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ബുധൻ, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസം ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഞാനൊന്നും പഠിച്ച കാലം ആദ്യ അപ്പോൾ അത് പരീക്ഷ ഉണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ട്, ലോകം ഇടിഞ്ഞു വന്നാൽ എന്ത് സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ഞാൻ കുർബാനയെന്ന് മാറില്ല. എനിക്ക് അഭിഷേകം തന്നത് മുഴുവനും പരിശുദ്ധ കുർബാന ബലിയിലാണ് എനിക്ക് അഭിഷേകം കിട്ടിയത്. എനിക്ക് അനുഗ്രഹം കിട്ടുന്നത് മുഴുവൻ ബലിയിലൂടെയാണ്. എനിക്ക് അനുഗ്രഹം, അഭിഷേകം, സൗഖ്യം കിട്ടിയതെല്ലാം ബലിയിലൂടെയാണ്. ഈശോ ജീവനോട് വരുന്ന ബലിയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഓടേണ്ടത് രാവിലെ ദേവാലയത്തിലേക്ക് ഓടണം. നിങ്ങൾ ദേവാലയത്തിൽ പോയിട്ട് ബലി പങ്കെടുക്കണം. ബലി അർപ്പിക്കാത്തൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവമില്ലാത്തൊരു ദിവസമായിട്ട് കരുതിയാൽ മതി. ബലി അർപ്പിക്കാതെ നീ എന്തിനു പോയാലും ഓർത്തോളൂ, അത് ദൈവമില്ലാതെ ഈശോ ഇല്ലാതെ പോകുന്ന ജോലിയാണത്. ദൈവമില്ലാതെ ഈശോയുടെ കരം പിടിക്കാതെ പോകുന്ന ജോലിയാണത്. അതുകൊണ്ട് ബലിയർപ്പണം. എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കുന്ന വലിയൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവം നന്ദി പറഞ്ഞേ മക്കൾ. ഉച്ചത്തില് 2 കരമൂർത്തി ഒറ്റ വിളി, ഈശോയേത് വിളിക്കട്ടെ. രണ്ടാമത്, ഞായറാഴ്ച കുർബാന സാബത്ത് ദിവസം പരിശുദ്ധ ദിനമായിട്ടധികം. ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ സാബത്ത് ആചരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. സാബത്ത് വലിയ അഭിഷേകം കിട്ടുന്നത് എനിക്ക് ഈശോ 1995 മുതൽ ഏറെ ശ്രദ്ധയോടെ പാലിക്കാനായിട്ട് ശ്രമിക്കുന്നത് സാബത്താണ്. ഞായറാഴ്ച ദിവസം 24 മണിക്കൂറും കർത്താവിന് വിട്ടുകൊടുത്തത്. അത് വേറെ ഒന്നിനു വേണ്ടി ഉപയോഗിക്കില്ല. അത് പണിയാനോ പണം ഉണ്ടാക്കാൻ ലോകത്തിന് വേണ്ടി നടക്കും ഒന്നിനും പോകില്ല. അത് കർത്താവിന് വിട്ടുകൊടുത്തതാണ്. ഞായറാഴ്ച ദിവസം വചനം പഠിക്കേണ്ട ദിവസമാണ്. ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. കർത്താവിന്റെ ബലിയിൽ പങ്കെടുത്ത് ഈശോ സ്വീകരിക്കണം. പിന്നെ വചനം പഠിക്കണം, സുവിശേഷം പഠിക്കണം. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സാബത്ത് കൂട്ടായ്മ, കത്തോലിക്ക സഭയുടെ ഉള്ളിൽ വൈദികർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സാബത്ത് കൂട്ടായ്മകളുണ്ട്. സാബത്ത് ദിവസം മണിക്കൂറുകൾ വചനം പഠിക്കുന്ന ആളുകളുണ്ട്. അത് വെറുതെ എന്തെങ്കിലും കാണാപ്പാടം പഠിക്കാൻ പോകുകയല്ല, ശരിക്കും ദൈവവചനം കാണാപ്പാടം പഠിക്കുകയാണ്, ഹൃദയം സംഗ്രഹിക്കുകയാണ്. അന്ന് വേറെ വേലകൾക്കോ ജോലികൾക്കോ പോകുന്നില്ല, അല്ലെങ്കിൽ ടൂറിനോ കറങ്ങി നടക്കാനോ ഒന്നിനും പോകില്ല. ഞാൻ ഈശോ എന്നോട് പറഞ്ഞിട്ട് ഒരു കാരണവശാലും പോയേക്കരുത്. 24 മണിക്കൂറും ധ്യാന കേന്ദ്രത്തിലാണെങ്കിൽ മറ്റൊരു പണി ആ ദിവസം ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ മറ്റു പണി ആരും കൊണ്ട് പണിയിപ്പിക്കത്തില്ല. ശനിയാഴ്ച ദിവസമൊക്കെ വൈകുന്നേരം രാത്രി ചിലപ്പോൾ പണിക്കാരും ഒന്ന് പറയും, അച്ഛാ ഞായറാഴ്ച രാവിലെ 2-3 മണിക്കൂറും കൂടെ ഞങ്ങൾ പണി തൊട്ട് ഞങ്ങളുടെ പണി തീരും. ഞാൻ വേണ്ട, നിങ്ങൾ കൂലി മുഴുവൻ മേടിച്ചുകൊണ്ട് പോക്കൂ. പക്ഷേ രാത്രി 12 മണി മുതൽ, ഞായറാഴ്ച അതിരാവിലെ 12 മുതൽ, അതായത് ശനിയാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ഞായറാഴ്ച രാത്രി 12 മണി വരെയുള്ള ആ 24 മണിക്കൂർ കർത്താവിന് വിശുദ്ധ ദിനമായിരിക്കണം. അത് പരിശുദ്ധമായിട്ട് ആദരിക്കണം. ഒക്കെ രോഗികളെയോ വേദനിക്കുന്നവരെയോ പാവങ്ങളെയോ ഒക്കെ വേദനിക്കുന്നവരൊക്കെ നമ്മൾ ശുശ്രൂഷിക്കും. അല്ലാതെ വേറെ ഒരു വ്യാപാരങ്ങൾക്ക് പോകില്ല. ടെലിവിഷന്റെ മുമ്പിൽ പോയിരിക്കുന്ന പുസ്തകമല്ലത്. അത് മറ്റു ലോക കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഈവൻ ഡോക്ടർമാരുടെ കുടുംബത്തിൽ പോലും എനിക്കറിയാം, ചില ഡോക്ടർമാര് അവരുടെ മക്കൾ പോലും അവർ സാബത്ത് വിശുദ്ധമായിട്ട് ആദരിക്കുന്നവരുണ്ട്. അവർ എൻട്രൻസ് പോലും കുഞ്ഞുങ്ങളെ വിടാത്തവരുണ്ട്. ഡോക്ടർമാർ 1-2 പേരുടെ ഒരുപാട് പേരുടെ ഇത് കേരളത്തിൽ സാബത്ത് അവർ പറയാറുണ്ട്. സാബത്ത് ആചരണം നടത്തുന്നതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭയമുണ്ട്, അവർ വിശുദ്ധരായിട്ട് വളരുന്നു, അവർ അനുഗ്രഹം. ഈ ദിവസങ്ങളൊക്കെ ഒരു കുഞ്ഞിന്റെ ഒരു വിവാഹം നടന്നു. അത് ആ കൊച്ചിന് കോളേജിൽ പ്രൊഫസറായ കുട്ടിയാണ്. ആ കൊച്ച് എന്റെ അറിവിൽ കൊച്ചൊരു 10 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ സാബത്ത് ആചരണം തുടങ്ങിയതാണ്. ആ കൊച്ച് ഇപ്പോൾ ഒരു കോളേജിന്റെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന കൊച്ചാണത്. അത് ഇന്ന് ആളുകളുടെ കല്യാണം നടന്നു. വിവാഹം നടന്നപ്പോൾ അവൾക്ക് യോജിച്ചൊരു ജീവിത പങ്കാളി കിട്ടി. അവനാണെങ്കിലും അതുപോലെ തന്നെ സാബത്ത് ആചരണമുള്ളവര്, അവർ ദൈവഭയമുള്ളവര്, അവ കുടുംബം അവർ പറയുന്നുണ്ട് ഏതോ ഒരു അനുഗ്രഹം. ആ കുഞ്ഞിന്റെ വിശുദ്ധി വളരെ, ആ കുഞ്ഞ് മരിച്ചങ്ങനെ ഒരു വിശുദ്ധിയായി തീരും, ആ മക്കൾ വിശുദ്ധരായി തീരും. സാബത്ത് എന്ന് വെച്ചാൽ അത് വെറും കളി തമാശാക്കി മാറ്റരുത്. ഇത് വെറും തമാശ. എല്ലാ ദിവസവും പോലെയാണ് ഞായറാഴ്ച, അവധി ദിവസം പോലെയാണ് പലരും കാണുന്നത്. അത് അവധി ദിവസം അല്ലത്, അത് വിശുദ്ധ ദിവസമാണിത്. സാബത്ത് ദിവസം അത് വിശുദ്ധ ദിവസമാണിത്, അത് അവധി ദിവസം അല്ലത്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബന്ധനം അടിയട്ടെ.
ഒറ്റ വിളിച്ച് ഈശോയേന്ന് വിളിച്ച് അണക്കര ധ്യാന കേന്ദ്രത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നതിന്റെ കാരണം കർത്താവിന്റെ ദിവസം അത് 24 മണിക്കൂർ അവിടെ മറ്റു വേലകളൊന്നുമില്ല. ഒരു ഈശോയ്ക്ക് ഇവിടെ വചനം എന്ത് പറയുന്നു, വചനം എങ്ങനെ ആവശ്യം അതൊരു പാലിക്കുന്നു. അതേസമയം രോഗികൾ വിഷമിക്കുന്നവർ അങ്ങനെയുള്ള ചിലരുണ്ട്. അതായത് നമ്മൾ അനുകമ്പ കരുണ കാണിക്കേണ്ട ചില മേഖലകൾ, ആ മേഖല കരുണ നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു. പക്ഷേ അത് അപ്പൊ 24 മണിക്കൂർ പ്രയറാണ്, പ്രാർത്ഥനയിലാണ്, വചനമല്ല. അവിടെയുള്ള വൈദികരും സന്യസ്തരും ദൈവമക്കളും ശുശ്രൂഷകരും പ്രേക്ഷിതരും എല്ലാം പ്രാർത്ഥനയും മുഴുകിയിരിക്കും. അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിച്ചോണം. അത് ബൈബിൾ എങ്ങനെ, ഈശോയുടെ വചനം എങ്ങനെ, സഭ എങ്ങനെയാണ് പഠിപ്പിക്കുക, അതുപോലാണ്. അല്ലാതെ കട തുറന്നു വെക്കുക, ബിസിനസ്സിന് പോവുക, പണം ഉണ്ടാക്കാൻ പോവുക, ഓടി നടക്കുക, ടൂറിന് പോവുക, ചിലപ്പോൾ വീട്ടില് മുഴുവൻ പണി ചെയ്ത് തീർക്കുന്ന അന്നത്തെ ദിവസമാണ്. അന്ന് ഇത് അവധി ദിവസം. ബാക്കി ഒരിക്കലും ആഴ്ച 7 ദിവസം ദൈവന്നുണ്ട്, 6 ദിവസം അധ്വാനിച്ചുള്ളൂ, 7 ദിവസം വിശ്രമിക്കണം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം മാറ്റിയിടുന്നത്? അതിന് അർത്ഥമുണ്ട്, അതിന് ആത്മീയമായ അർത്ഥമാണ്, ദൈവികമായ അർത്ഥമാണ്. അത് നിത്യതയുമായി ബന്ധപ്പെടുന്നത്, ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമായി ബന്ധപ്പെടുന്നത്, അത് യുഗാന്ത്യോന്മുഖമായി നീങ്ങുന്ന സഭയുടെ കാഴ്ചപ്പാട്, വിശ്വാസം. അതായത് പഴയ നിയമത്തിനും പുതിയ നിയമം ധ്യാനിക്കും ഒരു പ്രത്യേകത കാണാം. ഇനി ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്. അതായത് രക്ഷാകര ചരിത്രത്തിലെ മർമ്മപ്രധാനമായ സംഭവങ്ങൾ മുഴുവൻ നടന്നത് സാബത്ത് ദിവസമാണ്. ഈശോയുടെ ഉത്ഥാനം നടന്നത് സാബത്ത് ദിവസമാണത്. അത് പ്രധാനപ്പെട്ട രക്ഷാകര ചരിത്രം, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം ചരിത്രത്തിൽ ഇടപെട്ട രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ നടന്നത് അതൊരു സാബത്ത് ദിവസം. പെന്തക്കോസ്ത് നടന്നൊരു സാബത്ത് ദിവസം. സാബത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകതയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഭയുടെ ഒരു വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ പഠിപ്പിച്ച ദൈവശാസ്ത്രം പഠിപ്പിച്ച ഒരു കാര്യമാണത്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതും ഒരു പക്ഷേ അവർ അത് പഠിപ്പിച്ച ദൈവശാസ്ത്രം ഒരു പക്ഷേ അത് ഒരു ഒരു കർത്താവിന്റെ ദിവസത്തിലായിരിക്കും. അത് സാബത്ത് ദിനത്തിലായിരിക്കും. അത് കണച്ചിൽ രക്ഷാകര ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ അത് ശരിക്കും ആഴത്തിൽ പഠിക്കാൻ പറ്റും. രക്ഷാകര ചരിത്രത്തിന്റെ ദൈവം ചരിത്രത്തിൽ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ടതും പുതിയ നിയമത്തിലെല്ലാം കാണും. ചരിത്ര സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളെല്ലാം സംഭവിച്ചത് അത് മുഴുവൻ സാബത്ത് ദിവസത്തിൽ. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ഒരു രോഗിയെ ഒരു ബന്ധനത്തിൽ കഴിഞ്ഞിരുന്നൊരു മകളെ സുഖപ്പെടുന്ന സംഭവം അത് സാബത്ത് ദിവസം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പിറുപിറുക്കും, അതായത് സാബത്ത് ദിവസം കർത്താവ് അവർക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരിക്കൽ ദൂരഭാവിയിൽ ലോകത്തെ മുഴുവനും ദൈവമക്കളെ മുഴുവനും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതും അതൊരു സാബത്ത് ദിവസമായിരിക്കും. ആ സാബത്തിന് ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുഗാന്ത്യോന്മുഖമായി നീങ്ങുന്ന സഭ നമ്മളോട് പറയുന്നത് എല്ലാ സാബത്തും ഈശോയുടെ രണ്ടാമത്തെ ആഗമനം കാണുന്നു. അതാണ് എന്നെ ഞങ്ങളെ പഠിപ്പിച്ച ദൈവശാസ്ത്രം തിയോളജിയും പഠിപ്പിച്ച കാര്യം ഇതാണ്. എല്ലാ സാബത്തിനും നമ്മുടെ കർത്താവിന് രണ്ടാമത്തെ ആഗമനം പ്രത്യക്ഷ. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു പ്രത്യേക രീതി എഴുതി വെച്ചിരിക്കുന്നത്. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തിരസ്കരിക്കപ്പെടും. 2 പേർ തിരികലിൽ അരി പൊടിച്ചുകൊണ്ടിരിക്കും. അത് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തിരസ്കരിക്കപ്പെടും. എന്താ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ദൈവശാസ്ത്രം പറയാം. എന്റെ അർത്ഥം ഇതാണ്: ഒരാൾ ദൈവത്തിന്റെ വയലിലും ഒരാൾ ലോകത്തിന്റെ വയലിലും, ഒരാള് കർത്താവിന്റെ സന്നിധിയിലും ഒരാൾ ലോകത്തിന്റെ വഴികളിൽ പോകുന്നവർ. അതുകൊണ്ട് സാബത്ത് ദിവസം അത് വിശുദ്ധ ദിനമാണ്, കർത്താവിന്റെ ദിവസമാണ്. അതിനൊന്നും ഒട്ടും നമ്മൾ പിന്മാറരുത്. ഇന്ന് ഈശോനെ ശുശ്രൂഷ കൊണ്ടാൻ കാരണം 95 ഞാൻ ഒന്നും പ്രത്യേകം പഠിച്ച കാലമൊന്നുമില്ല. സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സാബത്തിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അത് കൃത്യമായി നീ പാലിക്കുകയാണെങ്കിൽ സാബത്തിനെ കുറിച്ച് ബൈബിള് പറയുന്ന ഒരുപാട് അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം നിനക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:13-14 സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ ദൈവം പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളിച്ചത്. അവിടെ 2 കാര്യം പറഞ്ഞു. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. എന്നോട് എന്റെ ആത്മീയ ഗുരു പറഞ്ഞു, ഇത് കർത്താവ് അത്ഭുത വരങ്ങൾ തരും, കൃപയുടെ വരം തരും, ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ പോകും. കർത്താവ് എല്ലാ രാജ്യം അതായത് എനിക്ക് പറ്റുന്ന അത്തരം രാജ്യങ്ങൾ ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഏതാ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ സാബത്ത് ആചരിച്ചാൽ ഈ ഗ്രേസ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സാബത്ത് ആചരിച്ചു. സാബത്ത് ദിനത്തിൽ വചനം പഠിച്ചു. സാബത്ത് ദിവസത്തിൽ 10-50 വചനം ഹൃദയത്തെ സംഗ്രഹിക്കാൻ നോക്കി. അന്ന് മറ്റുള്ളവർ
മറ്റുള്ളവർ ഓടി നടക്കുമ്പോഴും കളിക്കാനും ചിരിക്കാനും ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ നിന്നു ഞങ്ങൾക്കൊന്ന് തീർച്ചയായിട്ടും കരുതുന്നു. അണക്കര ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് പല വഴികളിലൂടെ, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ മറ്റു ശുശ്രൂഷകളെല്ലാം കൂടെ ഏകദേശം 95 രാജ്യങ്ങളോളം എത്തിച്ചത് ഈ സാബത്ത് ആചരിച്ചത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സാബത്തിന്റെ അഭിഷേകം ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളോട് ഞാൻ വചനം പറയുന്നുണ്ട്. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളോട് നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഉന്നത സ്ഥാനം ഈശോ എന്നെ കൊണ്ടുപോയ സാഹചര്യങ്ങളും ആളുകളുടെ അടുക്കൽ ആർക്കും തന്നെ എത്താൻ പറ്റത്തില്ലാത്ത ചില മേഖലയൊക്കെ ദൈവം എന്നെ കൊണ്ടുപോയിട്ട് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ എനിക്ക് അത്ഭുതം തോന്നി പറഞ്ഞു. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ശുശ്രൂഷ ചെല്ലുമ്പോൾ മറ്റ് ഫ്രഞ്ചുകാരൻ, ജർമ്മൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, സ്വീഡിഷ് ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ മറ്റു ഭാഷക്കാർ വെച്ചുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ, ഒരു 15 മിനിറ്റ് പോലും വേണ്ട ആ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറക്കാൻ. കർത്താവിന്റെ ആത്മാവ് അത്രയും വേഗത്തിൽ വന്ന് അവിടെ ഇറങ്ങാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യും, വിവരിക്കച്ച അച്ഛനെ പ്രത്യേകം ഞാൻ എനിക്ക് പ്രത്യേകതയേ ഉള്ളൂ, നിങ്ങളും ഇത് ചെയ്യുക. സാബത്തിനെ വിശുദ്ധ ദിനമായിട്ട് കാണുക, അതിനെ തിരുസഭയോട് ചേർന്ന് ധ്യാനിക്കുക. പഴയ നിയമത്തില് വെള്ളിയാഴ്ച, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ശരിക്കും സാബത്തായിട്ട് ആചരിക്കുന്നത് എങ്കിൽ പുതിയ നിയമത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. പഴയ നിയമത്തിൽ ആഴ്ചയുടെ അവസാന ദിവസമാണെങ്കിൽ പുതിയ നിയമത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസത്തിലാണ്. അതാണ് ഞായറാഴ്ച ദിവസം, ഒന്നാമത്തെ ദിവസം. അത് കർത്താവിന്റെ ദിവസമാണ്. അത് മറ്റു വേലകൾക്കോ ജോലിക്കോ, എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് അവിടെ പോകണം, പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്, ഒരുപാട് ഇത് മാറ്റി പറ്റിയല്ല. ദൈവം എല്ലാം കാണുന്നില്ലേ? ദൈവം മനുഷ്യർ, എന്റെ മക്കൾ എങ്ങോട്ടേ ഓടുന്നത്? ഇതെല്ലാം ഓടിയിട്ട് എങ്ങോട്ടാണ് നേടാൻ പോകുന്നത്? ഈ നേടിയ പക്ഷെ ഞാനതൊക്കെ നേടി, ഈ നേടിയത് കൊണ്ട് എവിടെ വരെ പോകും? നീ ഞായറാഴ്ചയൊക്കെ ലംഘിച്ചുകൊണ്ട് നേടിയെടുത്തത് കൊണ്ട് എവിടെ വരെ പോകും? കൃത്യം പറയാം, 6 അടി മണ്ണിന്റെ മുമ്പ് വരെ, അല്ലെങ്കിൽ ഇതിന്റെ കല്ലറയുടെ മുമ്പ് വരെ ചെല്ലാൻ പറ്റുള്ളൂ. അതിന് വലിയ ദൂരമൊന്നും ഇല്ല. ഒരിക്കലും ഞാനും നിങ്ങൾ ചിന്തിക്കണം, അവിടെ നമ്മുടെ എന്റെയും നിന്റെയും കല്ലറയുടെ മുന്നിലോട്ട് എത്താൻ ഇനി ഒരുപാട് ദൂരമില്ല. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ എത്തണമത് എങ്ങനെ? അതുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക. ധൈര്യം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഉണ്ടാകും ധൈര്യമാണ്. എന്റെ സ്വഭാവം ഇതാണ്. പരിശുദ്ധം വന്ന് മറ്റുള്ളവരെ അനുസരിക്കുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ, അത് ഞാൻ നോക്കാറില്ല. ഞാൻ പാലിക്കുന്നുണ്ടോ അതേ ഞാൻ നോക്കാറുള്ളൂ. സുവിശേഷം അനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടത്. അത് മറ്റുള്ളവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ട്, മറ്റുള്ളവർ ഇല്ലെങ്കിൽ ഇല്ല. അതല്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത്, കർത്താവിന്റെ ദിവസം ദേവാലയത്തിൽ പോകണം. ഈ രൂപതയിലുള്ള ദൈവമക്കളോട് ഈശോയുടെ നാമത്തെ അച്ഛൻ പറയുന്നു, മുഴുവൻ ആളുകളും കർത്താവിന്റെ ദിവസത്തിൽ ഇടവക ദേവാലയത്തിൽ ചെന്നിട്ട് ആ ബലിയിൽ പങ്കെടുത്ത് കർത്താവിനെ സ്വീകരിച്ച് സഭയിൽ ദൈവവചനം പഠിച്ച് ആ വിശുദ്ധരോട് അവിടെ ജീവിക്കണം. നമ്മൾ സഭയിൽ ജീവിക്കേണ്ട ദിവസമാണ്. സഭയോട് കൂടെ ജീവിക്കേണ്ട, കൂട്ടായ്മയിൽ കഴിയേണ്ട ദിവസമാണത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറുന്ന ആത്മീയത, അത് സാത്താൻ നമ്മെ വഴിതെറ്റിക്കാനാ, നശിപ്പിക്കാനാ. 2 കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയേന്ന് വിളിച്ച ഹല്ലേലൂയ 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 ഈശോയേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കൃപ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് വലിയൊരു വിടുതൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 2 കരമർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന് കൊടുക്കണമേ. കർത്താവെ കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ബന്ധനങ്ങൾ അഴിച്ചുവിടണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കണം. കൈകളടിച്ച് പാടിക്കേ. ഉച്ചത്തില് അഭിഷേകം കരങ്ങളുയർത്തി അടിച്ച് ഒറ്റ വിളിച്ചോയേ. ഈശോ കൈകളടിച്ച് ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ, അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ, അടിമകൾ ക്രിസ്തുവിൽ
പുതുവത്സരത്തിൻ സ്വരമുഴങ്ങി നിറയണമേ, നിറയണമേ, പരിശുദ്ധമാവേ നിറയണമേ, 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 പരിശുദ്ധമാവേ